നമസ്കാരം. തമിഴ് നടൻ വിജയ്ക്ക് 2026 അത്ര നല്ലൊരു വർഷം അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഈ ഏപ്രിലോട് കൂടിയിട്ട് റിലീസ് ചെയ്യുന്നുള്ള ഒരു വാർത്തയൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സിനിമ കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു പൊങ്കലിനോടനുബന്ധിച്ച് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. അതായത് വിജയ് സിനിമാ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് രാഷ്ട്രീയ ജീവിതത്തിലേക്ക്, അതായത് ഇനി മൊഴിനീള രാഷ്ട്രീയ ജീവിതം എന്നുള്ള ഒരു രീതിയിൽ സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുകൊണ്ട് അദ്ദേഹം പോകാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അവസാനമായിട്ട് ചെയ്ത ഒരു ചിത്രം കൂടിയായിരുന്നു ജനനായകൻ എന്ന് പറയുന്നത്. പക്ഷേ പൊങ്കലിന് ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടും ആ സിനിമ റിലീസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സെൻസർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് സിനിമയ്ക്ക് റിലീസിന് തടയായിട്ടുണ്ടായിരുന്നത്. അതായത് സെൻസർ ബോർഡ് പറഞ്ഞ അത്ര കട്ടുകളൊന്നും സിനിമ ചെയ്തിട്ടില്ല. ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്ത് കാണിക്കണം എന്നുള്ള രീതിയിൽ ഏകദേശം 10-25ഓളം കട്ടുകൾ സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇതൊക്കെ ചെയ്ത് സിനിമ റിലീസിന്റെ 2 ദിവസം മുമ്പേ സെൻസർ ബോർഡ് വീണ്ടും അത് റിവ്യൂസ് കമ്മിറ്റിക്ക് വിടുകയും ഒന്നുകൂടെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം തന്നെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇതിന്റെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും ആ സിനിമയ്ക്ക് ഒരു US സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുത്തുകൊണ്ട് തന്നെ ഉടനെ തന്നെ റിലീസ് ചെയ്യാനുള്ള, അതായത് ജനുവരി മാസം അവസാനത്തോടു കൂടി തന്നെ റിലീസ് ചെയ്യാനുള്ള ഒരു പദ്ധതികളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ കോടതി ആ സമയം ഇതിന് വേണ്ട നിയമ നടപടികൾ അനുകൂലമായിട്ട് നൽകിയിരുന്നെങ്കിൽ കൂടി ഉടനെ തന്നെ സെൻസർ ബോർഡ് മറ്റൊരു ഹർജി നൽകി വീണ്ടും ഈ സിനിമയെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു. അങ്ങനെ കോടതിയിൽ ഈ വാദം നടക്കുന്നതിന്റെ ഇടയിലാണ്, അതായത് ഫെബ്രുവരി ഒരു 20 അല്ലെങ്കിൽ ഫെബ്രുവരി 25ഓട് കൂടിയിട്ട് സിനിമ വീണ്ടും റിലീസിന് ഒരുങ്ങുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരാധകരൊക്കെ വലിയ രീതിയിൽ ഈ ഒരു സിനിമ കാണാം, വിജയുടെ അവസാനത്തെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാം എന്നുള്ള രീതിയിൽ ആരാധകരൊക്കെ വലിയ രീതിയിൽ തന്നെ കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാ വീണ്ടും സിനിമയുടെ റിലീസ് മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെയൊക്കെ നിജസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് സിനിമ എന്ത് കഴിഞ്ഞാലും ഇനി ഇലക്ഷന് ശേഷം മാത്രമേ റിലീസ് ചെയ്യുള്ളൂ എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ റീഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതാണ്. അതായത് സിനിമ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാർച്ച് മാസമോ ഒന്നും വരില്ല. ഇനി ഇലക്ഷന് ശേഷം മാത്രമേ സിനിമ അവർ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പം വന്നിരിക്കുന്നത്. വാർത്തകളല്ല, നിജമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് വിജയ് ഈ ഒരു കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വിജയ് ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കും, അല്ലെങ്കിൽ വിജയ് വരാനിരിക്കുന്ന ഇലക്ഷനെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ ഇപ്പൊ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ വലിയൊരു ഇലക്ഷൻ തന്നെയാണ് മുമ്പ് കാണാൻ പോകുന്നത്. അതായത് സ്റ്റാലിന്റെ പക്ഷവും അതുപോലെ തന്നെ വിജയ്ക്കും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമുണ്ട്. അപ്പം വലിയൊരു ഇലക്ഷൻ തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വിജയിന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇലക്ഷനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിനിമ ഇലക്ഷന് ശേഷം മാത്രം റിലീസ് ചെയ്യാന്നുള്ള രീതിയിലുള്ളൊരു ഇതിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുകയും ചെയ്യാം. തമിഴ് സൂപ്പർ സ്റ്റാറും രാഷ്ട്രീയ നേതാവുമായ വിജയുടെ അവസാന ചിത്രമായ ജനനായകന്റെ റിലീസ് സെൻസർ ബോർഡുമായുള്ള നിയമ പോരാട്ടത്തിനിടയിൽ വലയുകയാണ്. ഏപ്രിൽ 30-നുള്ളിൽ ചിത്രം എത്തും എന്ന സൂചന ആദ്യം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റിലീസ് തീയതി വീണ്ടും വൈകും എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഏപ്രിൽ 30-ന് മുമ്പ് ചിത്രം റിലീസ് ചെയ്യില്ലെന്ന് കനേഡിയൻ വിതരണക്കാരായ യോർക്ക് സിനിമാസ് സ്ഥിരീകരിച്ചതോടെ ചിത്രം തിരഞ്ഞെടുപ്പിന് ശേഷമേ എത്തുകയുള്ളൂ എന്ന കാര്യത്തിൽ തീരുമാനമായി. വിതരണക്കാരന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴിയാണ് അപ്ഡേറ്റ് പങ്കുവച്ചത്. ഇത് ആരാധകരെ കൂടുതൽ നിരാശരാക്കി എന്ന് തന്നെ പറയാം. പുതുക്കിയ റിലീസ് സാഹചര്യം കണക്കിലെടുത്ത് പ്രേക്ഷകരോട് റീഫണ്ട് തേടാൻ യോർക്ക് സിനിമാസ് ടീം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏപ്രിൽ 30-ന് മുമ്പ് ജനനായകൻ റിലീസ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ടിക്കറ്റുകൾ തീർപ്പാക്കാതെ കിടക്കുകയും നിങ്ങളുടെ റീഫണ്ട് ഇതുവരെ പ്രോസസ് ചെയ്തിട്ടുമില്ലെങ്കിൽ എത്രയും വേഗം അത് ക്രമീകരിക്കുന്നതിന് ഞങ്ങളുടെ തിയേറ്ററുകളുമായി ബന്ധപ്പെടുക എന്നാണ് യോർക്ക് സിനിമാസ് എക്സിൽ കുറിച്ചത്. നേരത്തെ ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിനോട് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ സെൻസർ ബോർഡ് അപ്പീൽ നൽകുകയായിരുന്നു. സെൻസർ ബോർഡിന്റെ ഭാഗം കേൾക്കാതെ പുറപ്പെടുവിച്ച മുൻ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് ചീഫ് ജസ്റ്റിസ് മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ, ജസ്റ്റിസ് അരുൾമുരുകൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിച്ചു. ഇതോടെ കേസ് പുതിയ വാദത്തിനായി വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ റിലീസിംഗ് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കടക്കുക തന്നെ ചെയ്യും. കൂടാതെ ബിഗ് ബജറ്റിൽ നിർമ്മിച്ച ചിത്രമായതിനാൽ തിരഞ്ഞെടുപ്പിൽ വിജയ്ക്ക് തിരിച്ചടി നേരിട്ടാൽ അത് സിനിമയെ ബാധിക്കാനും സാധ്യതയുണ്ട്. വിജയ് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപുള്ള ചിത്രം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ ജനനായകനെ കാത്തിരിക്കുന്നത്. വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമിത ബൈജു, പൂജ ഹെഗ്ഡെ,
ബേബി ഡിയോൾ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്.